എന്തൊരു കഷ്ടം. നേരം വെളുത്തപ്പം തൊട്ട് ഇവിടെ വന്ന് നിൽക്കും. ഒരു മെനക്കെട്ട് നിൽക്കുന്നല്ല, അതൊരു മനുഷ്യന്റെ ഒരു ഉത്തരവാദിത്തം. ഒരു ഡയറക്ടർക്ക് ഒരു വിലയില്ലാത്ത കാലവും. ലൈറ്റ്സ് ഓൺ, ക്യാമറ കട്ടോണ്ട് പോയി. എന്റെ ദൈവമേ, ആരാ ക്യാമറ? അതെ, ഇവിടെ ഭയങ്കര റേഞ്ചില്ല, ബഹളമാണ്. നടക്കല്ലേ എല്ലാരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വേലെടുക്കാതെ നമ്മുടെ പൈസ കളയാനായിട്ട്. അതെ, ഹലോ മിസ്റ്റർ, തന്നോട് ഇത് എത്ര പ്രാവശ്യം പറയണം? മലയാളത്തിലല്ലേ ഞാൻ സംസാരിക്കുന്നത്. 7:30 PM. അതെ, 7:30 എന്ന് പറഞ്ഞാൽ ഒരു തിഞ്ച് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ല. പങ്ക്ച്വാലിറ്റിയുടെ കാര്യത്തിൽ ഞാൻ അത്രയ്ക്ക് സ്ട്രിക്റ്റ് ആണ്. എത്ര പ്രാവശ്യം പറഞ്ഞു കേട്ടോ? അതെ, 7:30 തന്നെ കാർട്ടൂൺ ചാനലില് മിക്കി മൗസ് ഡൊണാൾഡൊക്കെ ഉണ്ടാവും. നമുക്ക് ചിരിച്ചിരിച്ച് ആവാം. പിന്നെ അതെ, സ്റ്റേറ്റ്സിലായിരുന്നല്ലോടാ കുറച്ച് ദിവസം, വരാൻ പറ്റിയില്ല. നമ്മുടെ വീട്ടിലൊക്കെ ഒരു മരണം നടന്നിട്ട് കരക്കാർ പറഞ്ഞറിയേണ്ട ഒരു ഗതിയായിപ്പോയി. അതെ, പിന്നെ മരിച്ചു. ഞാനിവിടെ വന്നപ്പോഴാണ് അറിയുന്നത് അതിൻ്റെ ഒരു ബാക്കിയുള്ള കർമ്മങ്ങൾ വീട്ടുകാരൊന്നും ഏറ്റെടുത്തുമില്ല, ശ്രദ്ധിച്ചുമില്ല, നടത്തിയില്ല. പിന്നെ ഞാനായിട്ട് മുൻകൈ എടുത്തിപ്പോൾ നടന്നു, ബാക്കിയുള്ളവരോടൊക്കെ പറഞ്ഞു. അടിയന്തരത്തിനുള്ള സെറ്റപ്പുകളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ 16-ാം തീയതി നീയും വരണം. ഓക്കെ ഓക്കെ. സാർ, ആരാ മരിച്ചത്? വീട്ടിലെ പട്ടിയെത്തുപോയി. അതിന്റെ പുറകെ നടക്കായിരുന്നു കുറച്ച് ദിവസമായിട്ട്. അതിനാണല്ലേ അടിയന്തരം നടത്തിയത്. പിന്നെ കാലത്തെ ഭക്ഷണം കഴിച്ചോ? പിന്നെ കഴിച്ചു. ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ചു. കാപ്പി കുടി കഴിച്ചു. രാത്രിത്തേക്കുള്ളത് അത് പാഴ്സൽ പറഞ്ഞു വെച്ചു. ഇവിടെ നടന്മാരെടുക്കുന്ന കാര്യം എന്തായി? പിന്നെ ഞാൻ ഇന്റർവ്യൂ ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുമല്ലേ. റെഡി ആയിട്ടേ ഉള്ളൂ, അല്ലാതെ ആള് റെഡി ആയിട്ടില്ല. ആളാരെങ്കിലും വന്നു കഴിഞ്ഞാൽ അന്നേരം ഇന്റർവ്യൂ നടക്കും. നിനക്കോ പണിയില്ല? പണിയില്ലാത്ത നിനക്കൊരു അസിസ്റ്റന്റിനെ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അവനെവിടെ? അവനകത്തുണ്ടോന്ന് ഓടിവാടാ മോനെ. അസിസ്റ്റന്റ് വന്നു. സാർ, നീ അവിടെ എന്തെടുക്കായിരുന്നു? ഞാൻ അകത്തുണ്ടായിരുന്നു സാർ. അകത്ത് എന്തെടുക്കായിരുന്നു? ഫുഡ് കഴിച്ചോണ്ടിരിക്കുന്നു. അയ്യോ, ഇവന് ഫുഡ് കഴിച്ചോണ്ടിരിക്കായിരുന്നല്ലേ? രണ്ടുപേരും കൊള്ളാം കേട്ടോ. എങ്ങനെയാ പിന്നെ ഇവിടെ എവിടെയാ നല്ല ബേക്കറി ഉള്ള അടുത്ത്? അപ്പുറത്തെ കവലയിലുണ്ട്. ഉണ്ടോ? നമുക്കൊരു 9 കൂട്ടം പലഹാരം വേണം. എന്തിനാ സാർ 9 കൂട്ടം പലഹാരം? ഇവന്റെ വയറ് കാണാൻ പോവാനാ. ഇന്നോ നാളെയോ ഒന്നും പറഞ്ഞിരിക്കുക. ഇവനെയൊന്നും വെച്ച് ഷൂട്ട് ചെയ്യരുത് കേട്ടോ. ഇവൻ അസിസ്റ്റന്റ് ആണ്. ഏത് അസിസ്റ്റന്റിനെ വെച്ചാലും പെട്ടെന്ന് കാര്യങ്ങൾ നടത്തുക. എനിക്ക് നിൽക്കാൻ സമയമില്ല, പോയേക്കുവാ. ഇതേ വീട്ടിലെ ടിവിയുടെ റിമോട്ടാ. ഇത് കൊടുത്തില്ലെങ്കിൽ വിഷയം ഉണ്ടാവും. റിമോട്ടോ? അയ്യോ അസിസ്റ്റന്റ്, നമ്മൾ ഷൂട്ട് ആരംഭിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് ആ സ്ക്രിപ്റ്റിനെ കുറിച്ച് എനിക്കൊരു ഐഡിയ വേണം. സ്ക്രിപ്റ്റ് എനിക്കിത് വായിച്ചു നോക്കണം. ആ സ്ക്രിപ്റ്റിംഗ് തന്നെ. ഓക്കെ സാർ, നമ്മുടെ ഭീകര കഥ എടുക്കാം. പിന്നെ നമ്മളൊരു ഹൊറർ ചിത്രമാണ് ചെയ്യാൻ പോണത്. ചിത്രം? പിന്നെ തീർച്ചയായിട്ടും. അപ്പൊ ഞാൻ ഈ സ്ക്രിപ്റ്റ് ഒന്ന് വായിക്കട്ടെ. താൻ അകത്ത് പോയി അകത്തെ കാര്യങ്ങളൊക്കെ റെഡിയാണോ? അകത്ത് പോയിരിക്കാൻ. അത് തന്നെ. പാർവതി തമ്പുരാട്ടിക്ക് അറിയാമായിരുന്നു അതൊരു പ്രേതബാധയുള്ള വീടാണെന്ന്. ദൈവമേ, അവർ ഭയവിഹുലയായി വീടിന്റെ മുറ്റത്തുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുകയായിരുന്നു. കുതിരക്കുളമ്പടി ശബ്ദം അകന്നകന്ന് പോകുന്നു. പെട്ടെന്ന് അവർ പുറത്തേക്ക് തിരിഞ്ഞു നോക്കുന്നതിന് മുമ്പ് ഒരു തണുത്ത കൈപ്പത്തി വന്ന് അവരുടെ ദേഹത്തേക്ക് പേടിപ്പിക്കാൻ വന്നതാണ്. സാറും എന്നെ പേടിപ്പിച്ചില്ലോ? അത് ശരി. ആരാ? മനസ്സിലായില്ല. എന്നെ മനസ്സിലായില്ലേ? ഇല്ല, മനസ്സിലായില്ല. അയ്യോ, ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി വന്നാണ്. ഓ, താനാണ് ഈ അഭിനയത്തിന്റെ ആള്? അതെ അതെ. അപ്പൊ ഞാനാണ് ഈ ഡയറക്ഷന്റെ ഒക്കെ ആള്. ഓ, അത് ശരി. അപ്പൊ തനിക്ക് ഈ സിനിമയിൽ അഭിനയിച്ച് മുൻപരിചയം എന്തെങ്കിലും ഉണ്ടോ? സാർ, ഞാൻ സിനിമയിലൊന്നും അഭിനയിച്ചില്ല. പക്ഷെ ഞാൻ ബാലയിൽ അഭിനയിക്കും. ബാലയിൽ അഭിനയിക്കും? ബാലയിൽ അഭിനയിക്കും. എന്റെ ദൈവമേ, ബാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്റെ ജീവനാണ് കേട്ടോ. എന്റെ ചെറുപ്പത്തിൽ എല്ലാ ഉത്സവ പറമ്പിലും പോയി എല്ലാ ബാലയും ഞാൻ കാണാറുണ്ട്. ആണല്ലേ? അപ്പൊ എന്റെ സിനിമയിൽ തനിക്കൊരു റോൾ തന്നാൽ താൻ അത് എന്ത് ചെയ്യും? ഞാൻ അത് ഉരുട്ടിക്കൊണ്ട് കിടക്കും. ഉരുട്ടുന്ന റോളിന്റെ കാര്യമല്ല പറഞ്ഞത്. പിന്നെ തനിക്കൊരു അവസരം തന്നാൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചത്. ഞാൻ ശരിക്കും അഭിനയിക്കും. ശരിക്കും അഭിനയിക്കും? അതെ. ഓക്കെ. അപ്പൊ എന്റെ സിനിമയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല ഭാവാഭിനയമുള്ള ഒരു സിനിമയാണ്. അതെ. അപ്പൊ തനിക്ക് ഞാൻ തരാൻ പോകുന്ന അവസരം എനിക്ക് റെഡിയാക്കി എടുക്കണമെങ്കിൽ താൻ നന്നായിട്ട് പണ്ട് ബാലയിൽ അഭിനയിച്ച ഭാഗം അഭിനയിച്ച് കാണിക്കണം. അഭിനയിച്ച് കാണിക്കണം. സാറ് ഡേഗോല് പറഞ്ഞാൽ ഞാൻ അഭിനയിക്കാം. എന്ത് പറയാ? സാറ് ഡേഗോല് പറഞ്ഞാൽ ഞാൻ അഭിനയിക്കാം. ഡയഗോലല്ല, പിന്നെ ഡയലോഗ്. ഓക്കെ. ഞാൻ പറയുന്ന ഡയലോഗ് ശ്രദ്ധിച്ച് കേട്ടോണം. താൻ ആത്മാർത്ഥമായിട്ട് സുഹൃത്ത് തന്റെ സുഹൃത്ത് തന്റെ പെങ്ങളെ ഗർഭിണിയാക്കുകയാണ്. ജോസേട്ടനായിരിക്കും. ജോസേട്ടനോ? ഏത് ജോസേട്ടൻ? ഞങ്ങളുടെ ഇലക്കത്തുള്ള ജോസേട്ടൻ. ഇത് നമ്മൾ സാങ്കല്പിക കഥാപാത്രമാണ്. അപ്പൊ താൻ ആ സുഹൃത്തിനോട് ദേഷ്യത്തോടു കൂടി പറയാണ്, നിന്നെ വിശ്വസിച്ച് എന്റെ പെങ്ങളെ നീ ഗർഭിണിയാക്കി, അല്ലടാ ദുഷ്ട. ഇതൊന്ന് അഭിനയിച്ച് കാണിക്കാം. ഇത് അഭിനയിച്ച് കാണിക്കണം. അത് തന്നെ. സാറേ, ഒരു പ്രശ്നമുണ്ട്. എന്താ? ഈ സിനിമയിലൊക്കെ സംവിധായകർ പറയുന്ന ഒരു സാധനമില്ലേ? എന്ത് സാധനം? ആഷ്കൻ. ഓ, ആഷ്കൻ അല്ല, ആക്ഷൻ. അതെ. അപ്പൊ ഞാൻ ആക്ഷൻ പറഞ്ഞാൽ തന്നെ അഭിനയിച്ച് കാണിക്കല്ലോ. ഞാൻ അഭിനയിച്ച് കാണിക്കും. ഓക്കെ, റെഡിയാണല്ലോ? റെഡിയാണ്. ഓക്കെ, മറന്നു. ആക്ഷൻ. നിന്നെ വിശ്വസിച്ച് എന്നെ നീ ഗർഭിണിയാക്കി, ഇല്ലടാ. ഇതാണോ തന്നോട് പറയാൻ പറഞ്ഞ ഡയലോഗ്? പിന്നെ ഇതല്ലേ സാർ പറഞ്ഞ ഡയലോഗ്? ഒരു കാര്യം ചെയ്ത് താൻ ആ ഡയലോഗ് പറയണ്ട. പിന്നെ വേറെ വളരെ നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല ഭാവാഭിനയമുള്ള ഒരു ഡയലോഗ് ഞാൻ പറഞ്ഞുതരാം. വേറെ കൊല്ലുണ്ടോ? ഉണ്ട്. താൻ തന്റെ ഭാര്യയുമായിട്ട് ഇങ്ങനെ പ്രസവത്തിനായിട്ട് കാറിൽ പോവുകയാണ്. എന്റെ പൊന്നു സാർ, ഒരു സംശയം ചോദിച്ചിട്ട്. എന്താ? ഇതിൽ കംപ്ലീറ്റ് പ്രസവമുണ്ടോ? നമ്മൾ പറഞ്ഞില്ല, ഇത് സാങ്കല്പികമാണ്. ഓ, സാങ്കല്പികം. അത് തന്നെ. താൻ ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് ഒരുത്തൻ കാറിന്റെ മുന്നിലേക്ക് ചാടി വീഴുകയാണ്. താൻ ഇറങ്ങിച്ചെന്ന് അയാളോട് ദേഷ്യത്തോടു കൂടി പറയണം. എന്ത് പറയണം? എന്റെ ഭാര്യയെ പ്രസവത്തിന് കൊണ്ടുപോകുമ്പോഴാണോടാ നിന്റെ വെല്ലുവിളി? ഓക്കെ സാറേ. ഇതൊന്ന് അഭിനയിച്ച് കാണിക്കോ? അഭിനയിച്ച് കാണിക്കും. നല്ല ദേഷ്യം വേണം സാർ. മറ്റേ സാധനം പറഞ്ഞാൽ മതി. എന്ത് സാധനം? ആഷ്കൻ. ആഷ്കൻ അല്ല, ആക്ഷൻ. ഓക്കെ, ആക്ഷൻ.
എന്നെ പ്രസവത്തിന് കൊണ്ടുപോകുമ്പോഴാണ് നിന്റെ ഈ വേലിവിളി. അയ്യേ, താൻ ഡയലോഗ് പറയണ്ട. പിന്നെ വേറെ അതെ, കൊണ്ടോ? വേറെ ഒരു കോലും ഇല്ല. തനിക്ക് ഇവിടെ അഭിനയിക്കാൻ ചാൻസ് ഇല്ല, തനിക്ക് പോവാം. അതെന്താ? അതെന്താന്ന് വെച്ചാൽ എന്റെ സിനിമയിൽ 3 കഥാപാത്രങ്ങൾ വേണം. എന്റെ പൊന്നു സാറേ, ഞാൻ ഒറ്റയ്ക്കല്ല വന്നേ. പിന്നെ എന്റെ കൂടെ എന്റെ 2 കൂട്ടുകാരുണ്ട്. താൻ ഒറ്റയ്ക്കല്ലേ അവർക്ക് വന്നത്? നന്നായിട്ട് അഭിനയിക്കും. എന്റെ ദൈവമേ, അപ്പൊ താൻ അറിഞ്ഞു വന്നതാണ് നിങ്ങൾ 3 പേര്. അതെ. അപ്പൊ ഈ 3 പേരെന്ന് പറഞ്ഞാൽ 3 പേർക്ക് അഭിനയിക്കാൻ പറ്റിയ ഒരു കഥയാണ് എന്റെ കയ്യിലിരിക്കുന്നത്. ആയിക്കോട്ടെ. അപ്പൊ എന്റെ കഥ പറയണമെങ്കിൽ അവർ 2 പേരെ കൂടെ അകത്തേക്ക് വിളിക്കണം. ആ, പുഷ്കരാ, പുഷ്പരാ. തരികിടതും 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 തദിന ദിനക ദിന തദിന ദിനക ദിന അപ്പൊ ഇവരാണ്. തരികിടതും 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 ആ, മതി 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 മതി, സമ്മതിച്ചു. തരികിടതും. ഓക്കെ ഓക്കെ ഓക്കെ, സമ്മതിച്ചു. അപ്പൊ ഇവരാണോ പുഷ്കരനും പുഷ്പരനും? അതെ അപ്പൊ എന്റെ കഥയിൽ അഭിനയിക്കാൻ ഇവർ പ്രാപ്തരാണല്ലേ? അതെ. അപ്പൊ ഞാൻ നല്ലൊരു കഥ പറയാം. ഈ കഥയ്ക്ക് അഭിനയിച്ച് വേണം നിങ്ങൾ അഭിനയിക്കാൻ. ഓക്കെ അല്ലേ? അപ്പം എന്റെ കഥ എന്നിട്ട് ഞാൻ ഒന്ന് പറഞ്ഞു കേൾപ്പിക്കാം. അതായത് എന്റെ കഥയിൽ 3 കഥാപാത്രങ്ങളാണുള്ളത്. ഒരു അമ്മ, ഒരു മകൻ, ഒരു ഡോക്ടർ. ഒരു സംശയിച്ചിട്ടുണ്ടേ. എന്താ? ആര് അമ്മയായിട്ട് അഭിനയിക്കും? അമ്മ നീയാകും. അത് എനിക്ക് പറ്റില്ല. ഞാൻ അത് വെച്ച് കെട്ടണം, ഇത് വെച്ച് കെട്ടണം, പിന്നെ എന്തെല്ലാം പണിയുണ്ട് എനിക്ക്? നീ ഒന്നും വെച്ച് കെട്ടണ, നീയാണ് അമ്മ. അത്രേ ഉള്ളൂ, മനസ്സിലായില്ലേ? ഓക്കെ ആണ്. നീ അമ്മ അങ്ങ് ആയാ മതി. ഞാൻ സമ്മതിച്ചു. അത് വെച്ച് കെട്ടണം, ഇത് വെച്ച് അപ്പൊ ഞാൻ ഈ കഥ പറഞ്ഞോട്ടെ. മകൻ 10ാം ക്ലാസ് തോറ്റിട്ട് അമ്മയോട് വന്ന് പറയാണ്, അമ്മേ ഞാൻ 10ാം ക്ലാസ്സിൽ തോറ്റുപോയി. അപ്പോൾ അമ്മ മകനോട് പറയാണ്, മോനെ നിന്റെ അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നീ 10ാം ക്ലാസ്സിൽ ജയിച്ചു കാണുക എന്നുള്ളത്. അപ്പൊ മകൻ പറയാണ്, അമ്മേ എന്റെ നെഞ്ചുവേദന എടുക്കുന്നു. അപ്പൊ അമ്മ മകനോട് പറയാണ്, മോനെ സാരമില്ല, നമുക്ക് ഡോക്ടറെ കാണാൻ പോകാം. 2 പേരും കൂടെ ഡോക്ടറെ അടുക്ക് ചെല്ലുന്നു. അമ്മ ഡോക്ടറോട് പറയുന്നു, ഡോക്ടർ എൻ്റെ മകന് വല്ലാത്ത ചങ്കുവേദന എടുക്കുന്നു. ഡോക്ടർ മകന്റെ കൈ പിടിച്ച് നോക്കിയിട്ട് പറയാണ്, ഓ മൈ ഗോഡ്, നിങ്ങളുടെ മകൻ അധികം കാലം ജീവിച്ചിരിക്കില്ല. അത്ര അഭിനയിച്ചാ പോരെ? വൺ ഔട്ട്. ആര് ഡോക്ടർ ആവും? ഡോക്ടർ നിനക്ക് വിദ്യാഭ്യാസം കൂടുതലാണ്, ഡോക്ടർ ആയിക്കോ. ഞാൻ നിന്റെ ഉഷാന്നാടി കൊണ്ട് ഞാൻ വിചാരിച്ചു നീ ആകുന്നു. ഓക്കെ, ഞാൻ തന്നെ ഡോക്ടർ. ഞാൻ മകൻ. ഡോക്ടർ, മകൻ, അമ്മ. അപ്പൊ എന്റെ സിനിമയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ സിനിമയ്ക്കകത്ത് നല്ല ഭാവാഭിനയം വേണം. എന്താ പാവമായിട്ടൊന്നും അഭിനയിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ ഡോക്ടർമാരും മകനും ഒക്കെ അങ്ങോട്ട് അഭിനയിക്കുന്നത്. എടോ, ഭാവാഭിനയം എന്റെ മുഖത്തോട്ടൊന്ന് സൂക്ഷിച്ചു നോക്കിയേ. എക്സ്പ്രഷൻ പിന്നെ അപ്പൊ ശരി, റെഡിയാണല്ലോ? ഓക്കെ, ഞാൻ ആക്ഷൻ പറഞ്ഞോട്ടെ? പിന്നെ സാർ പറഞ്ഞു. ഓക്കെ ആണല്ലോ? സ്റ്റാർട്ട് ക്യാമറ റെഡി, ആക്ഷൻ. തരികിടതും. അമ്മേ എന്താ മോനെ? ഞാൻ 10ാം ക്ലാസ്സിൽ തോറ്റമ്മേ. സാരമില്ല മോനെ, നിന്റെ അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നീ 10ാം ക്ലാസ്സിൽ ജയിക്കാന്നുള്ളത്. അമ്മേ എന്താ? എനിക്ക് വല്ലാത്ത ചങ്കുവേദന. സാരമില്ല മോനെ, നമുക്ക് ഡോക്ടറെ അടുത്ത് പോവാം. ഡോക്ടർ എന്താ? എന്റെ മോന് ഭയങ്കര ശങ്കുവേദന. സാരമില്ല, ഞാൻ നോക്കാം. ഓ മൈ ഗോഡ്, നിങ്ങളുടെ മകൻ ഇനി അധികകാലം ജീവിച്ചിരിക്കില്ല. തീർന്നോ? ഇതാണോ ഭാവാഭിനയം? ഭാവം അഭിനയം ഇങ്ങനെയൊക്കെ ഞങ്ങളെ കൊണ്ട് ഭാവം അഭിനയിക്കാൻ പറ്റത്തുള്ളൂ. എടോ, ഇതിനൊന്നും അല്ല ഭാവാഭിനയം എന്ന് പറയുന്നത്. പിന്നെ? എടോ, എന്റെ സിനിമയിലെ ഭാവാഭിനയം എന്ന് പറഞ്ഞാൽ എന്റെ സിനിമയ്ക്കകത്ത് കോമഡി വേണം. എന്താ കോമഡി വേണം. എടാ, കോടമി വേണം. കോടമി അല്ല, കോടതി. ഓ എടാ, കോമഡി. കോമഡി. എന്റെ സിനിമയ്ക്കകത്ത് കോമഡി വേണം, ഫീലിങ്സ് വേണം, നല്ല ആക്ഷൻ വേണം. ഓ അങ്ങനെ. അതായത് എന്തെങ്കിലും ഒരു ഫീലിങ്സ് വേണമെന്നാണ് നിങ്ങൾ പറഞ്ഞു വന്നത്. ഫീലിങ്സ് വേണം. Okay. എന്റെ പൊന്ന് സാറേ, സാറിന് വേണ്ട എന്നാ വെച്ചാൽ ഇങ്ങോട്ട് പറ, ഞങ്ങൾ അങ്ങോട്ട് തരാം. എന്റെ സിനിമയ്ക്കകത്ത് നല്ല ഫീലിങ്സോട് കൂടി ഫീലിങ്സ്. ഓക്കെ, അപ്പൊ ഫീലിങ്സ് ഇട്ട് അഭിനയിച്ചാൽ മതി. അഭിനയിക്കണം. ഫീലിങ്സ് മറക്കല്ലേ കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ, സ്റ്റാർട്ട് ക്യാമറ റെഡി, ആക്ഷൻ. തരികിടതും. അമ്മേ, ഞാൻ 10ാം ക്ലാസ്സിൽ തോറ്റമ്മേ. ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നീ 10ാം ക്ലാസ്സിൽ ജയിക്കുക എന്നുള്ളത്. അമ്മേ, എനിക്ക് വല്ലാത്ത ചങ്കുവേദനയാണ്. അയ്യോ, നമുക്ക് ഡോക്ടറെ അടുത്തേക്ക് പോവാം. ഡോക്ടർ, എന്താ? എന്റെ കുഞ്ഞിന് ഭയങ്കര ചങ്കുവേദന ഡോക്ടർ. സാരമില്ല, ഞാൻ നോക്കാം. എന്താ? നിങ്ങളുടെ മകൻ ഇനി അധികം കാലം ജീവിച്ചിരിക്കില്ല. ഇതാണോ
അതാണോ ഫീലിങ്സ്? ഡോക്ടറോട് ഫീൽ ചെയ്യാൻ ആര് പറഞ്ഞു? ഒരു കാര്യം പറഞ്ഞേക്കാം, ഫീലിങ്സ് വേണം, അത് വേണം, ഇത് വേണം, ഏതെങ്കിലും ഒന്ന് പറയണം കേട്ടോ. ഇവിടെ ഓരോ കഥാപാത്രങ്ങൾക്ക് ഓരോ ഫീലിങ്സ് ഉണ്ട്, പറഞ്ഞ മനസ്സിലായില്ലേ? എന്റെ പൊന്ന് സാറേ, ഡോക്ടറിനും ഫീലിങ്സ് വന്ന ഒരുപോലെ തന്നെയല്ലേ? ഇവിടെ ഡോക്ടർ ഫീൽ ചെയ്യേണ്ട കാര്യമില്ല. ഓരോ കഥാപാത്രങ്ങളെ അനുസരിച്ച് വേണം പ്രവർത്തിക്കാൻ, പറഞ്ഞ മനസ്സിലായില്ലേ? ഇപ്പൊ എന്റെ സിനിമ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ചില കഥാപാത്രങ്ങൾ കോമഡി ആയിരിക്കും. കോമഡി നേരത്തെ പറഞ്ഞ സാധനം കോമഡി. അത് തന്നെ റെഡിയാണല്ലോ. പിന്നെ കോമഡി അഭിനയിക്കാൻ എനിക്ക് മുഹമ്മദിയ. അപ്പൊ അല്പസ്വല്പം കോമഡി ഒക്കെ ചേർത്ത് ഒന്ന് ചെയ്ത് കാണിക്കാം. ഞങ്ങളുടെ കാര്യം ഓക്കെ, അവിടുത്തെ കാര്യം നമുക്കറിയാമല്ലോ. നമ്മൾ കോമഡി ഓക്കെ, നമ്മുടെ ഓക്കെ. സ്റ്റാർട്ട് ക്യാമറ റെഡി ആക്ഷൻ. തരകിടതും അമ്മേ ഞാൻ 10ാം ക്ലാസ്സിൽ തോറ്റപ്പേ. അമ്മേ എന്താ എനിക്ക് വല്ലാത്ത ചക്ക. നമുക്ക് ഡോക്ടറെ അടുത്ത് പോകാം. ഡോക്ടർ എന്റെ കുഞ്ഞിന് ഭയങ്കര ചങ്കുവേദന. നോക്കാൻ സാറില്ല. എന്റെ ദൈവം, നിങ്ങളുടെ മകനിൽ അധികാലം ജീവിച്ചിരിക്കില്ല. നിർത്താൻ. എടോ ഇതാണോ കോമഡി? എടോ അസ്ഥാനത്ത് കോമഡി പറയാൻ നിങ്ങളോട് ആരാ പറഞ്ഞത്? കോമഡി പറയണ്ടോ? എടോ പരീക്ഷയെ തോറ്റ കാര്യം, ചങ്കുവേദന എടുക്കുന്ന കാര്യം കോമഡിയിലൂടെയാണ് അവതരിപ്പിക്കുന്നത്. കോമഡി എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ കോമഡി ഞങ്ങളുടെ ഉള്ളൂ. പടം പിടിക്കുന്ന താൻ ഇവരെ പഠിപ്പിക്കുകയാണോ? കുറച്ചു നേരമായി പുറത്തുനിന്ന് കേട്ടോണ്ടിരിക്കുന്നു. മക്കളതെ കാലൊന്നും പിടിക്കണ്ട. ഞാൻ ചെറിയ നിസ്സാര ടെക്നിക്ക് പറഞ്ഞുതരാം. അഭിനയിക്കുമ്പോൾ മുഖത്ത് എക്സ്പ്രസ് വരണം. എന്ത് വേണം? എക്സ്പ്രസ്. ഇവരോടെല്ലാം പറ എക്സ്പ്രസ് ഇട്ട് കളിക്കാൻ, കേട്ടല്ലോ? ഞാൻ പുറത്തെടുത്ത് വാച്ച് ചെയ്യുന്നുണ്ട്. എക്സ്പ്രസ് ഉണ്ടെങ്കിൽ നിങ്ങളെയൊക്കെ ഫിക്സ് ചെയ്യും. ഓക്കെ. പിന്നെ നാളെ രാവിലത്തേക്കുള്ള ഫുഡ് ചായക്കട പറഞ്ഞതായിട്ട് അറിഞ്ഞു. Okay, thank you. Okay. എക്സ്പ്രസ് പോരെ? മതി, എക്സ്പ്രസ് വേണം. അപ്പം അദ്ദേഹം ഓക്കെ, നിന്റെ കാര്യം പറയാൻ പറ്റത്തില്ല. പറഞ്ഞു കേട്ടില്ലേ? എക്സ്പ്രസ് വേണം. എക്സ്പ്രസിന് അപ്പൊ എന്റെ സിനിമയിലെ കോമഡി ഫീലിങ്സ് മാത്രമല്ലുള്ളത്, എന്റെ സിനിമയ്ക്കകത്ത് നല്ല ആക്ഷൻ വേണം. ആക്ഷൻ എന്ന് പറയുമ്പോൾ ഈ നമ്മുടെ സുരേഷ് ഗോപിയുടെ ഏകലവ്യം വിജയിച്ചത് എന്തുകൊണ്ടാ? ആക്ഷൻ. ആക്ഷൻ. ഭരചന്ദ്രൻ IPS വിജയിച്ചത് എന്തുകൊണ്ടാ? ആക്ഷൻ. ഇങ്ങനെ നല്ല ആക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ എന്റെ സിനിമ വിജയിക്കത്തുള്ളൂ. ഇപ്പൊ ആക്ഷൻ അഭിനയിച്ചാ മതി. അത്രേ ഉള്ളൂ. വേറെ ഒന്നും പറഞ്ഞേക്കാം, മാറ്റില്ല. അപ്പൊ ആക്ഷൻ അഭിനയിച്ചാ ആക്ഷൻ. റെഡിയാണ്? ആക്ഷൻ. ഓക്കെ. ഓക്കെ. സ്റ്റാർട്ട് ക്യാമറ റെഡി ആക്ഷൻ. അമ്മേ എന്താ? ഞാൻ 10ാം ക്ലാസ്സിൽ തോറ്റമ്മേ. സാരമില്ല മോനെ, നിന്റെ അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നീ 10ാം ക്ലാസ്സിൽ ജയിക്കുക എന്നുള്ളത്. അമ്മേ എന്താ? എനിക്ക് വല്ലാത്ത ചങ്കുവേദന. സാരമില്ല മോനെ, നമുക്ക് എത്രയും പെട്ടെന്ന് ഡോക്ടറെ അടുത്ത് പോവാം. ഡോക്ടർ, എന്താ? എന്റെ കുഞ്ഞിന് ഭയങ്കര ചങ്കുവേദന. സാരമില്ല, ഞാൻ നോക്കാം. നോക്കാം. ഓ മൈ ഗോഡ്, നിങ്ങളുടെ മകന് നീ അധിക കാലം ജീവിച്ചിരിക്കില്ല. ജസ്റ്റ് ഡിസംബർ ദാറ്റർ. ഇതാണോ ഷിറ്റ്? ഇതാണോ ആക്ഷൻ? ആക്ഷൻ എങ്ങനെയല്ല പിന്നെ നിങ്ങളെല്ലാവരും സുരേഷ് ഗോപി. എന്റെ പൊന്ന് പെൺ പർവ്വതമേ, അങ്ങോട്ട് മാറി നിൽക്ക്. ഇത് എന്നാ കാണിക്കാനാടാ? നീ എനിക്ക് കാല് പിടിച്ചാൽ നിന്നെ കൊന്നു കളയും ഞാൻ. മന്തിയും പിടിക്കണ്ട, തൊട്ട് പോരുത്. എന്നാ കാണിക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത്? ഷൂട്ടിംഗ് ഒക്കെ വല്ലതും നടക്കുന്നുണ്ടോ? നടക്കുന്നുണ്ട്. കാലത്തെ ഭക്ഷണം കഴിച്ചോ? കഴിച്ചു. ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ചോ? കഴിച്ചു. വൈകിട്ടത്തെ കാപ്പി കുടിച്ചോ? കഴിച്ചു. ഗുളിക കഴിച്ചോ? കഴിച്ചില്ല. കഴിച്ചില്ല. ഇല്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ പ്രാന്താശുപത്രി കിടന്ന് നിങ്ങൾ ഷൂട്ടിംഗ് ലൊക്കേഷനോ കല്യാണ വീടോ KSRTC സ്റ്റാൻഡോ എന്ത് വേണമെങ്കിലും കളിച്ചോ. പക്ഷെ നേരത്തും കാലത്തും ഗുളിക കഴിക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ? ഉണ്ട്. എന്നിട്ട് എന്തുകൊണ്ട് കഴിച്ചില്ല? മറന്നുപോയി. ഷോക്ക് അടിക്കണോ നിന്നെ? നീ ഷോക്ക് അടിച്ചാലും നീ നന്നാവുള്ളോ? ചെങ്ങല കിടണോ നിന്നെ? പോയി നിന്റെ സെല്ലിൽ കയറി കിടക്കടാ. ഒരു നിമിഷം. മൂത്രം ഒഴിക്കണോ നിനക്ക്? ഒരു കാര്യത്തിനാ. പോയി സെല്ലിൽ കയറി കിടക്കടാ. ഒറ്റ പ്രാവശ്യം. എന്നാ പറ. ഒരു ചെറിയ കാര്യം. എന്താ? പിന്നെ നിങ്ങളൊക്കെ ഇങ്ങ് വന്നേ. അവനെ ഒരു 5-6 വർഷം മുമ്പ് ഇവിടെ മുഴുവൻ ഭ്രാന്തായിട്ട് കൊണ്ടാക്കിയതാ. ചികിത്സിച്ചാൽ മാറാത്ത ഭ്രാന്ത അവന്. നിങ്ങൾക്ക് അങ്ങനൊന്നുമില്ല. 1-2 ദിവസത്തെയോ 1 മാസത്തെയോ 6 മാസത്തെയോ ചികിത്സ കൊണ്ട് മാറുന്ന ഭ്രാന്ത് നിങ്ങൾക്കുള്ളൂ. അതുകൊണ്ട് നിങ്ങളൊന്നും വെറുതെ അവനുമായിട്ട് അധികം കൂട്ടുകൂടണ്ട. പിന്നെ അമ്മക്കൊരു കാര്യം ചെയ്യാം.
ഡോക്ടർ വരുന്നതിന് മുമ്പ് ഈ കോട്ടൊക്കെ ഊരി വെച്ചിട്ട് നമുക്ക് നമ്മുടെ സെല്ലിൽ പോയി കിടക്കാം. അല്ലേലേ അവിടെ വേറെ വല്ലവരും കയറി കിടക്കും. ഓക്കേ